ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന നാളത്തെ എപ്പിസോഡിൽ വൈജയന്തി കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. വൈജയന്തി നല്ല രീതിയിൽ പ്രാഗി നേർന്നാണ് അവിടുന്ന് വിടുന്നത്. വൈജയന്തി പറയുന്നുണ്ട്, ഒരു കാലത്തും നീ ഗുണം പിടിക്കുകയില്ല, എന്നോട് ചെയ്തതിനെല്ലാം നീ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് അലീനയെ അപമാനിച്ച് സംസാരിക്കുമ്പം അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആഗ്രയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ വാ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ വൈജയന്തിയുടെ. ഈ സമയം ബാലേന്ദ്രൻ ഇങ്ങനെ നെടുമ്പുരയ്ക്കൽ മക്കളോട് 3 പേരോടും അലീന ഈ വീട് വിട്ട് നാളെ പോകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇവിടുന്ന് പോകുന്ന യഥാർത്ഥ കാരണം കൃഷ്ണമോൾക്ക് അറിയാമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ വിവരം കേൾക്കുമ്പോൾ 3 പേർക്കും ഭയങ്കര സങ്കടമാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് 3 പേരും. ഏതായാലും അമ്മയോട് യാത്രയൊക്കെ ചെയ്ത് ചോദിച്ചിട്ട് അലീനയും അവിടുന്ന് പോരുന്നു, കൊല്ലപ്പള്ളിയിൽ നിന്ന് പോരുന്നു. അലീനെ തിരിച്ചു കൊണ്ടുവിടുന്നത് മനുവാണ്. അതിനിടയ്ക്ക് മനുവിൻ്റെ പരിഭവമൊക്കെ മനു പറഞ്ഞു തീർക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങ് നെടുമ്പുരയ്ക്കൽ എത്തിയതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോരുമല്ലോ. ആ സമയത്ത് മനു അലീനയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചാണ് കയറി പോരുന്നത്. അന്നേരം ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഇതൊരു റിഹേഴ്സലാണ്. ഏതെങ്കിലും ഒരു കാലത്ത് എനിക്കിങ്ങനെ നിൻ്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരാൻ പറ്റുമായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പിന്നെ 3 പേരും കൂടി 3 മക്കളും കൂടി അലീനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞ് കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര വിഷമമാണ് 3 പേർക്കും. അതിലേറ്റവും കൂടുതൽ വിഷമം ബബിതയ്ക്കാട്ടോ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അലീന കിടന്ന് ഉറങ്ങുന്നത് കൃഷ്ണമോളുടെ കൂടെയാണ്. കൃഷ്ണമോൾ പറഞ്ഞായിരുന്നു നമുക്ക് ഒരുമിച്ച് കിടക്കണം കേട്ടോ എന്ന്. അങ്ങനെ 2 പേരോട് ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇനി എന്നാ ചേച്ചീനെ കാണാൻ പറ്റുന്നത്, ചേച്ചി ഇനി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ അവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പം. അലീന ഇങ്ങനെ വിഷമത്തോടെ പറയുവാണ്, ഇനി എന്തെങ്കിലും നമുക്ക് ഒരുമിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇനി ഒത്തുകൂടാനും ഒരുമിച്ച് താമസിക്കാനും ഒക്കെ സാധിക്കുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് വിങ്ങി പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നു. പിന്നീട് നേരം വെളുക്കുന്നു, പോകാറാകുന്നു അലീനയ്ക്ക്. അലീന പോകുന്നതിന് മുമ്പ് അലീനയ്ക്ക് ഇഷ്ടം പോലെ ഡ്രസ്സും സ്വർണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അതുപോലെ 3 പേരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അലീന അവർ കാണാതെ. പിന്നെ അലീന ഒരുക്കുന്നതൊക്കെ ബബിതയാണ്. സ്വർണ്ണമൊക്കെ മാലയും വളയും എല്ലാം ഇടിപ്പിച്ച് സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സുന്ദരിക്കുട്ടിയാക്കിയാണ് വീട്ടിൽ നിന്ന് വിടുന്നത്. എന്തായാലും റെഡി ആയതിനു ശേഷം പോകുന്നതിന് മുമ്പ് ബബിതയോട് യാത്ര പറയാൻ ചെല്ലുമ്പം ബബിത പറയും, എന്തിനാ എന്നോട് യാത്ര പറയുന്നത്, അങ്ങ് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്കതൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നീ അങ്ങോട്ട് വരുന്നില്ലേ, ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുവാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഇറങ്ങി പോരുമ്പം സങ്കടപ്പെട്ട് ഫ്രണ്ടിൽ കൃഷ്ണമോളും അതുപോലെ രോഹിത്തൊക്കെ നിൽപ്പുണ്ട്. ഇറങ്ങി പോരുമ്പോഴും അലീന നോക്കുന്നുണ്ട് കേട്ടോ ബബിത വരുന്നുണ്ടോ എന്നൊക്കെ. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ബാലേന്ദ്രൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറുന്നത്. ബാലേന്ദ്രൻ അതിലേറെ സങ്കടമുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അലീന ബാലേന്ദ്രൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോരുമ്പോഴും അലീന ഇങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുന്നുണ്ട്, ഫ്രണ്ടിൽ ആരൊക്കെ നിൽപ്പുണ്ട്, ബബിത ഇറങ്ങി വന്നോ എന്നൊക്കെ നോക്കുമ്പം ഗ്ലാസ്സിലൂടെ അലീന കാണുന്നുണ്ട് ഓടി പുറത്തേക്ക് വന്ന് അത് നോക്കി നിൽക്കുന്ന ബബിതേനെ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും അലീന അവിടുന്ന് സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടി ഇറങ്ങി പോരുന്നു. അതിലേറെ സങ്കടത്തോടെ കരഞ്ഞ് നിൽക്കുന്ന കൃഷ്ണമോളും രോഹിത്തിനെയും കാണിക്കുന്നുണ്ട്. കൃഷ്ണമോൾ ആകെ സങ്കടപ്പെട്ട് രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നല്ല തകർപ്പൻ എപ്പിസോഡാണ്, നമുക്ക് കാത്തിരിക്കാം.